ഈ സത്യം പറഞ്ഞ അദ്ദേഹത്തെ മനുഷ്യർ ഇല്ലാണ്ട് തന്നെ ആക്കി. വയനാട് ഒരു തീരാ ദുഃഖമാണ്. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് പത്രം വായിക്കാറില്ല, TV കാണാറില്ല, വാർത്ത. കാരണം തരുന്നത് നൊമ്പരവും ദുഃഖവും മാത്രമാണ്. മനുഷ്യരുടെ, കുഞ്ഞുങ്ങളുടെ മരണം. പണ്ട് തട്ടേക്കാട് ഒരു ബോട്ട് അപകടം നടന്നു. അതിനുശേഷം എറണാകുളത്ത് മറൈൻ ഡ്രൈവിലുള്ള എല്ലാ ബോട്ടിലും ഫുൾ ചെക്കിങ്. ഇതേപോലെ തന്നെ എന്ത് കാര്യവും നടന്നു കഴിഞ്ഞിട്ടാണ് ആളുകൾ അതിലേക്ക് ശ്രദ്ധ വരുന്നതും സൊല്യൂഷൻ കണ്ടുപിടിക്കും. പിന്നീട് മറക്കും. ദൈവം തന്നൊരു അനുഗ്രഹമാണ് മനുഷ്യർക്ക് മറവി. ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ഏകദേശം 35-40 ലക്ഷം പേര് മരിക്കാൻ സാധ്യതയുള്ള ഒരു വാട്ടർ ബോംബിന്റെ മുകളിലാണ് ഞാനും ഈ പറഞ്ഞ 1-2 ഡിസ്ട്രിക്റ്റിലെ ആൾക്കാർ ഇരിക്കണമെന്ന് പറഞ്ഞാൽ അതൊരു അലാമിംഗ് അല്ലേ? അതുപോലെ തന്നെ ആണ് ഇന്നിപ്പോ അപകടം സംഭവിച്ച സ്ഥലം റിസ്ക് പ്രോൺ ഏരിയ എന്നാണ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. അവിടെയാണ് ഇത് സംഭവിച്ചത്. അപ്പൊ ഈ മുല്ലപ്പെരിയാർ ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അതിന് പരിഹാരം വേണ്ടതാണെങ്കിൽ പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അല്ലെങ്കിൽ ഇതിലും വലിയൊരു അപകടം കാണും. അപ്പോഴായിരിക്കും ആളുകൾ ലോകം മുഴുവൻ തിരിച്ചു ദുഃഖം പറഞ്ഞ് സങ്കടം പെടുത്തിട്ട് ഒരു കാര്യം. മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി വെള്ളം ചേർക്കാതെ ധീരമായി നടപ്പാക്കാനുള്ള തന്റെ ഇടം അദ്ദേഹം കാണിക്കണം. എന്റെ നിലപാട് കേരള സമൂഹം അംഗീകരിക്കുന്ന സുവർണ കാലഘട്ടം വരും. ഈ സത്യം പറഞ്ഞ അദ്ദേഹത്തെ മനുഷ്യർ ഇല്ലാണ്ട് തന്നെ ആക്കി. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? പ്ലീസ് ഡു കമന്റ്. ഇതിനൊരു പരിഹാരം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. താങ്ക് യു.